ഞാൻ ഗോകുല. ഞാനിപ്പോൾ നിൽക്കുന്നത് അങ്കമാലിയിലെ ചുങ്ക ജ്വല്ലറിയിലാണ്. ചുങ്ക ജ്വല്ലറിയുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഡയമണ്ട്സിലാണ്. വെറൈറ്റി ടൈപ്സ് ഓഫ് ഡയമണ്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. സോ ഐ തിങ്ക് ലൈക്ക് യൂത്തിന് ഒരു ന്യൂ ജനറേഷൻ ദറ്റ് ഡസൻ നോട്ട് മീൻ ലൈക്ക് ദറ്റ് യൂത്ത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് ഡയമണ്ട്സ് കളക്ഷൻസ് എന്ന് പറയുന്നത്. സോ അതിൽ കുറച്ച് ഒരു 2 സെക്ഷൻസ്, 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡയമണ്ട്സ് കളക്ഷൻസ് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. സോ അതിനെപ്പറ്റി നമുക്ക് കുറച്ചൊന്ന് കൂടുതലായിട്ട് അറിയാം. ഡയമണ്ട്സിലെ ന്യൂ 2 കളക്ഷൻസ് ആണ് ഞാനിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ, മോസ്റ്റ്ലി ഡയമണ്ട് എല്ലാം വരുന്നത് നമ്മുടെ യെല്ലോ ഗോൾഡിലായിരിക്കും. ഇതെന്ന് പറയുന്നത് റോസ് ഗോൾഡിലാണ് വരുന്നത്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈസി വെയിറ്റ് ആണ്. ഈസി വെയിറ്റ് മീൻസ് ലൈക്ക് നമുക്ക് ഭയങ്കര ക്യാരബിൾ ആണ്. എല്ലാ സ്ഥലത്തും ഈസി ആയിട്ട് നമുക്ക് പോകുമ്പം സ്ക്രാച്ചസ് അങ്ങനെയുള്ള കാര്യങ്ങൾ മോസ്റ്റ്ലി ഉണ്ടാവാറില്ല. പിന്നെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 35 ഗ്രാം ആണ്. അതുമല്ലാണ്ട് ഇതിൻ്റെ ക്യാരറ്റ് എന്ന് പറയുന്നത് 4.27 ആണ്. അതുമല്ലാണ്ട് ക്ലാരിറ്റി എന്ന് പറയുന്നത് VVS ആണ്. ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് EF കളർ മീൻസ് ഇതിൻ്റെ കളർ എന്താണ് എന്നുള്ളതാണ് എക്സാക്റ്റ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. ദെൻ ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവരെയും പറ്റി പറയുകയാണെങ്കിൽ ഗോൾഡ് എന്ന് പറയുന്നത് ദറ്റ് വാസ് നമ്മൾ മാരേജിനൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ എല്ലാവർക്കും അറ്റ് ദ സെയിം ടൈം എനിക്കും ഇഷ്ടം ഡയമണ്ട്സ് ആണ്. ഇപ്പോൾ എല്ലാവരും ഡയമണ്ടിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഐ ഗെസ് ദിസ് വൺ ദ ബെസ്റ്റ് ഓപ്ഷൻ. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടുത്തൊരു കളക്ഷനാണ്. ഇതാണ് ആ കളക്ഷൻ. ഇതെന്ന് പറയുന്നത് ഒരു സോളോ ആയിട്ടുള്ള ഒരു ഡയമണ്ട് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ലൈക്ക് ഒരു സിംപ്ലിസിറ്റി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടായിരിക്കുമല്ലോ. ലൈക്ക് ഒരു മാരേജ് ആയിക്കോട്ടെ, ഒരു നമ്മളിപ്പോൾ സാരിയാണ് വെയർ ചെയ്യുന്നതെങ്കിൽ അതിന് നമുക്ക് മാച്ചപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്സസറി തന്നെയാണിത്. ലൈക്ക് ഒരു സോളോയാണ്, ഒരു റിച്ച് ലുക്കും നമുക്ക് ഫീൽ ചെയ്യും. അറ്റ് ദ സെയിം ടൈം ലൈക്ക് നമ്മൾ എന്താ പറയുക, ഒരു ഡയമണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു മണി വർത്ത് ഇറ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് ഇവിടെ നിന്ന് മേടിക്കുന്നതെന്നാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം. സോ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അറ്റ് ദ സെയിം ടൈം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റോസ് ഗോൾഡ് ആണ്. അല്ലാതെ തന്നെ ഇതെന്ന് പറയുന്നത് 2 ഗ്രാം ആണ്. ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് ഈസി വെയിറ്റ് ആണ്. ഇതിൻ്റെ ക്യാരറ്റ് എന്ന് പറയുന്നത് 1.5 ആണ്. ഇതിൻ്റെ ക്ലാരിറ്റി എന്ന് പറയുന്നത് അറ്റ് ദ സെയിം ടൈം VVS ആൻഡ് ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് EF ആണ്. ഞാൻ എന്തുകൊണ്ട് ഇത് ലൈക്ക് കൂടുതൽ എനിക്കൊരു ഐ കാച്ചി ഒരു ഫീല് വന്നത് സത്യം പറഞ്ഞാൽ ഇതിനോട് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ലൈക്ക് ഞാൻ കൂടുതൽ ഒരു സിംപ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ഒരാളാണ്. അറ്റ് ദ സെയിം ടൈം എനിക്ക് എന്താ പറയുക, ഒരു ആക്സസറി യൂസ് ചെയ്തൊരു ഫീലും വേണം. അതുമല്ലാണ്ട് ലൈക്ക് ഐ കാച്ച് യു ആയിരിക്കണം. സോ അത് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. പീപ്പിൾ മൈൻഡ് ആസ് എൻ്റയർലി ഡിഫറെൻറ്റ്. യെസ്, ഓഫ് കോഴ്സ് ഐ നോ. സോ എനിക്കിത് എന്ന് പറയുന്ന ഒരു സോളോ പീസായിട്ട് തോന്നിയിട്ടുണ്ട്. ഭയങ്കര ഈസി വെയിറ്റ് ആണ്. ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നത് ട്രസ്റ്റ് മീ ലൈക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഈസി വെയിറ്റ് ആണ്. നമുക്ക് എവിടെ വേണമെങ്കിലും ക്യാരി ചെയ്ത് പോകാൻ പറ്റും. നമ്മളിവിടെ നിന്ന് ഡയമണ്ട്സ് മേടിക്കുമ്പോൾ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് ഈ ഡയമണ്ട് ഇവിടെ നിന്ന് മേടിച്ചു എന്നിരിക്കുക. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നണം ഓക്കെ ഫൈൻ, എനിക്കിതൊന്ന് എക്സ്ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ ഇത് ഇവിടെ നിന്ന് കൊടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ആ സമയത്തുള്ള ഡയമണ്ടിൻ്റെ വാല്യൂ എത്രയാണോ ആ എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. ദാറ്റ് വാസ് എ സ്പെഷ്യാലിറ്റി. സോ അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ലൈക്ക് പിന്നെ ഒരു സമയത്ത് തോന്നുകയാണ് എനിക്കൊന്ന് എക്സ്ചേഞ്ച് ചെയ്യണം, ദെൻ നിങ്ങൾക്ക് തോന്നുകയാണ് ഇല്ല എനിക്ക് ഇതൊന്ന് കൊടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇവരുടെ ഭാഗത്തു നിന്നുള്ളത് ഐ തിങ്ക് ലൈക്ക് ദാറ്റ് വാസ് എ ബെസ്റ്റ് ഓപ്ഷൻ ആൻഡ് നല്ലൊരു ഡീല് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
ഞാൻ പരിചയപ്പെടുത്തിയ 2 ഡയമണ്ട് കളക്ഷൻസും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് അടുത്തൊരു കളക്ഷനുമായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. താങ്ക് യു.